എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയവുമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരു അനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. ഇവ സിംഹത്തെയും സർപ്പത്തെയും ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ്സ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ രക്ഷ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി അനുഭവിച്ചറിയുക എന്നുള്ളത് ദൈവത്തിന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, അല്ലെ? നമ്മള് ഇപ്പോ നമ്മളുടെ ഒരു സഹായം ചിലപ്പോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോ നമ്മൾ ഒരുപാട് അവരെക്കാൾ ഞെരിഞ്ഞ ഒരു ഞെരുക്കത്തിൽ കൂടിയായിരിക്കും കടന്നു പോണത്. പക്ഷെ നമ്മുടെ മനസാക്ഷിക്ക് അനുസരിച്ച് നമ്മുടെ ഞെരുക്കത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവരുടെ ആ സഹായതയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അല്ലെങ്കിൽ അധ്വാനിക്കുമ്പോൾ അതിനു വേണ്ടി സഹായം ആയിട്ട് ശക്തിയായിട്ട് കരുതലായിട്ടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ സ്വീകരിക്കുന്ന വ്യക്തി ചിലപ്പോ അവൻ ചിലപ്പോ ചിന്തിക്കാം, എന്നേക്കാൾ കഴിവുള്ളവനാണ്, എന്നേക്കാൾ ശക്തിയുള്ളവനാണ്, എന്നേക്കാൾ ബുദ്ധിയും കഴിവും എല്ലാം ഉള്ളവനാണ് എന്ന് ചിലപ്പോ ധരിക്കാം. മനുഷ്യനല്ലേ, അല്ലേ? അങ്ങനെ ധരിക്കാം, അല്ലേ? അതായത് ഒരുപാട് മനുഷ്യരെ, എനിക്കൊരു വ്യക്തിയെ പരിചയമുണ്ട്. നല്ലൊരു ജോലിയൊക്കെ ഉണ്ട്, പക്ഷെ വളരെ ബുദ്ധിമുട്ടി കൂടിയാണ് പോകുന്നത്. പക്ഷെ അതിന്റെ ഇടയിൽ കൂടി തന്നെ ഒരു കുട്ടിയെ സ്പോൺസർ ചെയ്ത കുട്ടിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. അപ്പൊ ഈ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാനും കൂടുതൽ സ്ട്രഗിൾ ചെയ്തിട്ടാണ്. പക്ഷെ ഈ കുട്ടിക്ക് വേണ്ടി സ്പോൺസർ ആയിട്ടുള്ള വ്യക്തി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കുട്ടി വല്ലതും അറിയുന്നുണ്ടോ? ഒന്നും അറിയാതെയാണ് ആ സ്പോൺസറിന്റെ കരുണ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ദൈവത്തിന് ഇതുപോലെ ദൈവത്തിന് ഇതുപോലെ വലിയ ആഗ്രഹമുണ്ട്. ദൈവം സഹിച്ചാണ് നമ്മളെ കരുണ കൊണ്ട് പൊതിഞ്ഞു പിടിക്കുന്നത്, അല്ലെ? സുഖിച്ചാണോ ദൈവം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ല, ദൈവം വളരെ വേദനയോടുകൂടിയാണ്, വലിയ പ്രതീക്ഷയോടുകൂടിയാണ്, പ്രത്യാശയോടുകൂടിയാണ് നമ്മളെ ഓരോ ദിവസവും നമ്മൾക്ക്. കാരണം നമ്മള് ദൈവത്തിന്റെ കരുണ സ്വീകരിച്ച് അനുഭവിച്ച് അത് തീർക്കുകയാണ് അങ്ങോട്ട്. പക്ഷെ ഇത് എനിക്ക് യോഗ്യതയുണ്ടോ, എനിക്കിതിനുള്ള അർഹതയുണ്ടോ, ഞാൻ ഉപയോഗിക്കുന്ന കരുണ ദൈവത്തിന്റെ എത്രമാത്രം വലിയ സ്നേഹമാണ് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ലോകത്തില് നല്ല ജീവിതങ്ങള്, നന്മയുള്ള ജീവിതങ്ങള് ആണ് കൂടുതൽ ഉണ്ടാകേണ്ടിയിരുന്നത്, അല്ലെ? ആണോ? നമ്മൾ ചുറ്റും നോക്കി എത്രമാത്രം ഓരോരുത്തർക്കും ഉണ്ടാവും പറയാനായിട്ട് കാര്യങ്ങള്. ദൈവത്തിന്റെ സഹായം ലഭിച്ചത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയങ്ങളില്, വളരെ ദുർബലമായ സമയങ്ങളില്, വളരെ ബലഹീനമായ സമയങ്ങളില് ദൈവത്തിന്റെ കരുണകൾ പല മനുഷ്യരുടെയും കരം വഴി സഹായമായി അനുഭവിച്ചു. പക്ഷെ എത്ര നേരം അതിനോർത്ത് നന്ദി പറഞ്ഞു അല്ലെങ്കിൽ ആ കരുണയ്ക്ക് പ്രത്യുത്തരിച്ചു എന്ന് വിചാരിച്ചു. ചിലപ്പോ ഇന്ന് ഈ സഹായം ചെയ്തവർ പോലും പലരുടെയും ജീവിതങ്ങളിൽ ശത്രുക്കളായി മാറിയിട്ടുണ്ട്, അല്ലേ? ഉണ്ടോ? എനിക്കൊക്കെ ഇഷ്ടംമാരെ ശത്രുക്കൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സഹായം ചെയ്ത് കൊടുക്കുന്ന അനുസരിച്ച് ശത്രുക്കളാണോ ഉണ്ടാവേണ്ടത്? അല്ല.
മിത്രങ്ങളാണ് ഉണ്ടാവേണ്ടത് അല്ലേ? അതെ അതെ. അല്ലേ? നമ്മളെ സഹായിക്കുന്നത് മറ്റുള്ളവരെ ദ്രോഹിക്കാനല്ല, സഹായിക്കുന്ന എന്തിനാ? അവരുടെ നന്മയ്ക്ക്. സഹായാവസ്ഥയില് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ചെയ്തു കൊടുക്കാനുള്ള ഒരു മനസാക്ഷി അനുസരിച്ച് ദൈവത്തിന്റെ കൃപയാല് ചെയ്യുന്ന. പക്ഷെ അതുവഴി സ്വീകരിക്കുന്ന വ്യക്തികളുടെ സ്വാർത്ഥതയും അഹങ്കാരവും ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും അന്ധതയും മൂലം അവര് പലപ്പോഴും നമ്മുടെ ശത്രുക്കളായി മാറും. എന്താ കാര്യം? ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞതയാണ് അല്ലെ? ദൈവത്തിന്റെ കുറിച്ചുള്ള അജ്ഞതയാണ്. നമ്മളാണോ ശരിക്കും കരുണ കാണിക്കുന്നത്? അല്ല, ദൈവം. ദൈവം തരുന്ന പ്രചോദനം വഴിയാണ് നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിന്റെ മനസാക്ഷി നമ്മളെ പ്രചോദിപ്പിക്കുന്നത് വഴിയാണ് നമ്മളിൽ കൂടി കരുണ പുറത്തേക്ക് പോകുന്നത്. അല്ലാണ്ട് നമ്മൾക്ക് സ്വയമായിട്ടൊരു കരുണയും പുറത്തേക്ക് വിടാൻ സാധിക്കില്ല അല്ലെ? ഒരു മനുഷ്യൻ ഒരു നന്മയെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ നന്മയുടെ ഉടമസ്ഥനായ ദൈവം ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് പ്രചോദിപ്പിക്കുന്നത് കൊണ്ടാണ് അല്ലെ? അതെ അതെ. ഒരു മനുഷ്യനും സ്വയമായിട്ട് ഒരു നന്മയും ചെയ്യാൻ പറ്റില്ല. അപ്പോ ദൈവത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മൾക്ക് ശത്രുക്കൾ ഉണ്ടായാലും മിത്രങ്ങൾ ഉണ്ടായാലും അത് ദൈവത്തിന്റെ കരുണയുടെ പ്രവൃത്തിയാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് ആരോടും ദേഷ്യമോ വെറുപ്പോ ഒന്നും ഉണ്ടാവാൻ സാധിക്കാത്ത വിധം നമ്മുടെ മനസ്സ് ശാന്തമാവും അല്ലെ? ഒരുപാട് നമുക്കറിയാം, നമ്മളെ സ്നേഹിക്കുന്നവരാണോ യഥാർത്ഥത്തില് കൂടുതൽ നന്മകൾ ഇന്നുവരെ അനുഭവിക്കാനിട വരുത്തിയിട്ടുള്ളത്? കേൾക്കാവോ? കേൾക്കാം. പറയൂ, ഉത്തരം പറയൂ. ആരാണ് നമുക്ക് കൂടുതൽ നന്മകൾ കൊണ്ടുവന്നിട്ടുള്ള കൂട്ടങ്ങള്, ആളുകള്? ചിലപ്പോ നിങ്ങൾ അറിയാത്തവരായിരിക്കും, നമ്മൾ ചെയ്യുന്നവര്. ആരാണ് നമുക്ക് കൂടുതൽ നന്മകൾ അനുഭവിക്കുവാനായിട്ട് ഇടയാക്കിയിട്ടുള്ളവർ? ഇത്ര ആർക്കും അറിയില്ല. സന്മനസ്സുള്ളവര്. പിന്നെ വേറെ ആരാണ് നമുക്ക് കൂടുതൽ നന്മകൾ അനുഭവിക്കുവാൻ ഇടയാക്കിയിട്ടുള്ളവർ? ദൈവം. പിന്നെ നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളവരായിരിക്കാം. നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുകയും ദ്രോഹിക്കുകയും ചെയ്തവര് വഴിയാണ് നമുക്ക് കൂടുതൽ നന്മകളുടെ രുചിഭേദങ്ങൾ തിരിച്ചറിയുവാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ? നിങ്ങളുടെ ജീവിതം തന്നെ തിരിഞ്ഞു നോക്കിയാൽ മതി അല്ലെ? എന്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്നെ വേദനിപ്പിച്ചവര് വഴിയാണ് ഞാൻ ഇന്നിങ്ങനെ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ അല്ലേ? അതെ അതെ അതെ. അത് നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ജീവിച്ചു പോവല്ല. നമ്മളെ ബൂസ്റ്റിംഗ് ചെയ്യണത് നമ്മളെ സ്നേഹിക്കുന്നവരല്ല. ആരാണ്? നമ്മളെ പീഡിപ്പിക്കുന്ന. അതുകൊണ്ടാണ് ഈശോ വ്യക്തമായി പറയുന്നത്, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ നിങ്ങള് പീഡിപ്പിക്കരുതെന്ന് അല്ലെ? നിങ്ങളെ ശപിക്കുന്നവരെ നിങ്ങൾ ശപിക്കരുത്. എന്താണ്? അവരെ അനുഗ്രഹിക്കുവിൻ എന്നാ പറയണത് അല്ലേ? എന്താണ് ഇവിടെ കൂടി ഒരു ട്വിസ്റ്റ് ഉണ്ട്. കർത്താവിന്റെ പദ്ധതിയുടെ ഒരു ട്വിസ്റ്റ്. അത് നമ്മള് വ്യക്തമായി അറിയണം, രുചിച്ചറിയണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു അനുഗ്രഹമാണെന്ന് തോന്നില്ല. ഒരു വെറുപ്പിന്റെയോ അല്ലെങ്കിൽ വിദ്വേഷത്തിന്റെയോ കൂടാരങ്ങളായിട്ടായിരിക്കാം നമ്മള് ആ വ്യക്തികളെ അല്ലെങ്കിൽ ആ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോ ദൈവിക നന്മയെ എന്നുവരെ നമ്മൾ അനുഭവിക്കാൻ ഇടയായിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ സ്നേഹിച്ചവര് മാത്രം വഴിയല്ല. സ്നേഹിച്ചവര് ഒരു 25% ഉണ്ടാവുള്ളൂ. പക്ഷെ 75%വും ആര് വഴിയാണ്? നമ്മളെ ദ്രോഹിച്ചവര്, നമ്മളെ പീഡിപ്പിച്ചവര്, നമ്മളെ മനഃപൂർവ്വം നീതി നിഷേധിക്കപ്പെട്ടവര്, നമുക്കെതിരെ പരദൂഷണം പറഞ്ഞവര്, നമുക്കെതിരെ കുതികാല് വെട്ടിയവര്, നമുക്കെതിരെ ഏഷണി പറഞ്ഞവര്, നമ്മുടെ ജീവിതത്തിന് തടസ്സം നിന്നവരൊക്കെയാണ് നമ്മളെ എന്തിലേക്ക് കൊണ്ടുവന്നത്? ദൈവീക നന്മയുടെ അനുഗ്രഹത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവന്നത്. പക്ഷെ അവരല്ല കൊണ്ടുവന്നതെന്ന് നമ്മൾ പിന്നീട് അറിയും. പക്ഷെ അവര് വഴിയാണ് അത് കൊണ്ടുവന്നതെന്ന് നമ്മൾ അറിയും അല്ലേ? അതെ അതെ. അത് ദൈവികമായ ചിന്തയോടുകൂടെ ആയിരിക്കുമ്പോ മാത്രമേ, അല്ലെങ്കിൽ എന്താണ്, അതിൽ കൂടി തന്നെ വേറൊരാള് തലവെക്കും. എന്താണ്? എന്നെ തോൽപ്പിക്കാൻ ആർക്കും ആവില്ല, ഞാനാണ് അല്ലെ? അഹങ്കാരം പൊങ്ങാനും സാധ്യതയുണ്ട് അല്ലെ?
ദൈവവിചാരം ഇല്ലാതെ പോകുമ്പോ ആ ഒരു റൂട്ടിൽ കൂടി വേറൊരാള് തലപൊക്കും, ഞാനെന്ന ഭാവത്തിൽ കൂടി വരുന്ന അഹംഭാവം, അല്ലെ? അതെ അതെ. അപ്പോ ഇത് രണ്ടും ഒരു വ്യക്തിയിൽ കൂടി നടക്കുന്ന പരിവർത്തനമാണെങ്കിലും അത് നിലനിൽക്കുന്നത് ദൈവത്തിന്റെ കരുണ അനുഭവിച്ചുകൊണ്ടാണ്, അറിഞ്ഞുകൊണ്ട് വരുന്ന ജീവിതങ്ങളിലാണ്. അല്ലാത്തതല്ല എന്താണ്, കൂമ്പ് തന്നെ എന്താണ് ഓടിച്ചു കളയില്ലേ ചില കൂമ്പുകള്, ചില കൂമ്പുകൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോ തന്നെ ഒടിച്ചു കളയും എന്ന പോലെ കർത്താവ് ചിതറിക്കുവാനും ഇടയാകും. പക്ഷെ ചിതറിക്കപ്പെടുമ്പോ അവൻ അനുദപിക്കാൻ തുടങ്ങുമ്പോ അവന്റെ തൊട്ട് താഴെയുള്ള ശിഖരങ്ങളിൽ കൂടി പുതിയ കൂമ്പുകൾ വരും, അല്ലേ? അതെല്ലാം രുചിച്ചറിയുമ്പോ മാത്രമാണ്. അല്ലെങ്കിൽ അതെന്താണ്, വന്ന വഴി തന്നെ കൂമ്പ് കരിഞ്ഞു പോയാല് അത് വേണ്ട വിധത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? വെള്ളമില്ല വളവും ഇല്ലാത്തൊരു ചെടിയാണെങ്കിൽ അതോടെ കരിഞ്ഞങ്ങോട്ട് പോകും, അല്ലേ? ഇതുപോലെ തന്നെയാണ് നമ്മുടെ സാധാരണരായ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. അപ്പോ ദൈവത്തിന് എന്താണ്, ഓരോ രോഗങ്ങള്, അപമാനങ്ങൾ, അവഗണനകള്, അതുപോലെ വേദനകള്, നിന്ദനങ്ങള്, എന്തെല്ലാമാണോ നമ്മളുടെ സഹനം എന്ന പേരിട്ടിട്ട് നമ്മൾ അനുഭവിച്ചു കടന്നു പോകുന്നത്, അത് നമ്മളെ ദൈവത്തിലേക്ക് ഐക്യപ്പെടുവാനും ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനുള്ള സ്വാതന്ത്ര്യത്തിന്റെ അവകാശികളാക്കി മാറ്റുവാനും ദൈവം നന്മയായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളുടെ ശത്രുക്കളുടെ കരങ്ങൾ വഴിയോ ചിന്തകൾ വഴിയോ പ്രവൃത്തികൾ വഴിയോ ആവാം. പക്ഷെ എന്തുണ്ട്, അതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ദൈവിക രക്ഷ കാണണമെങ്കിൽ നമ്മളല്ലാതായി മാറി ദൈവകൃപയെ നമ്മള് തുറന്ന കണ്ണുകളോടുകൂടെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഹൃദയ തുറവിയോടുകൂടെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിന്റെ ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം. അപ്പൊ നമുക്ക് എന്ത് തോന്നും, അവൻ എന്നെ അങ്ങനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഇന്ന് എനിക്ക് ഈ നിലയിൽ എത്താൻ സാധിച്ചു, അല്ലെങ്കിൽ ഈ ജീവിതത്തിലേക്ക് വരാൻ സാധിച്ചു. അപ്പൊ നമുക്ക് അവനോട് യഥാർത്ഥത്തിൽ വെറുപ്പ് തോന്നില്ല. കാരണം അവൻ കാരണമാണ് ഞാൻ ഈ ഒരു അനുഗ്രഹ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായത് എന്നോർത്ത് നന്ദി പറയാനും ആ വ്യക്തിയുടെ ഓടുള്ള ദേഷ്യം മാറാനും സാധിക്കും, അല്ലേ? സാധിക്കില്ലേ? നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. ഓമന ബെഞ്ചമിൻ വായിക്കാം. വായിക്കാം, സമയം പോകുന്നു. വായിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6 മുതൽ 46 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് സമ്പന്നരുടെ എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി, സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതിയാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധമ്മയുടെ എളിമയുടെ ജീവിതം നമുക്ക് വലിയൊരു വെളിച്ചത്തിന്റെ പാതയിലേക്ക് നമ്മളെ നയിക്കുന്നു, അല്ലേ? നമുക്ക് ഭയങ്കരമായ ഒരു അന്ധകാരാവസ്ഥയാണ്. ലോകത്തില് അന്ധകാരത്തിൽ കൂടി നടക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവരും നടന്നിട്ടുണ്ട്. ദൈവപുത്രൻ പോലും അന്ധകാരാവസ്ഥയുടെ വഴികളിൽ കൂടി പോയി. പക്ഷെ പ്രകാശമായിരുന്നത് കൊണ്ട് അന്ധകാരം
ഈ പ്രകാശത്തിന്റെ മുമ്പില് വിലയില്ലാതായി മാറി, അല്ലേ? അതെ അതെ അപ്പൊ അതെ ഈ ലോകത്തിലേക്ക് ഈശോ വന്നപ്പോ ലോകം വളരെ പ്രേഷ്യസ് ആയിട്ടൊന്നും വെൽക്കം ചെയ്തില്ല, അല്ലേ? ഏ ഇല്ല ആ ഇല്ല ഇല്ല ഒരു വെൽക്കം ചെയ്യാതിരിക്കാനും ചെയ്താൽ തന്നെ അത് ദൈവിക പദ്ധതികളുടെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വ്യക്തമായി അറിഞ്ഞത് കൊണ്ടും സംഭവിച്ചു. ദൈവം വലിയ തീരുമാനങ്ങളാണ് എടുത്തത്. ദൈവപുത്രൻ സ്വർഗത്തില് സകല മാലാഖമാരുടെയും സ്തുതികീർത്തനങ്ങളുടെ ഏറ്റവും ഉന്നതിയിൽ നിന്നും ഭൂമിയിലെ ഏറ്റവും നിസ്സാരരും നിസ്സഹായതയുടെയും ദാരിദ്ര്യത്തിന്റെയും ദുരിതത്തിന്റെയും വഴിയിൽ കൂടി സഞ്ചരിച്ച് ദൈവിക മഹത്വത്തിന്റെ കൃപ എങ്ങനെ നേടിയെടുക്കാമെന്ന് അറിയിക്കുവാൻ അതനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയായ മറിയത്തെ തന്നെ സ്വീകരിച്ചു. നമുക്കറിയാലോ, ഇപ്പൊ നമ്മളെയൊക്കെ ദൈവം ഉപയോഗിക്കുന്ന നമ്മുടെ എന്തെങ്കിലും വലിപ്പവും കണ്ടിട്ടാണോ? അല്ല. ഇല്ല അല്ല. ഇല്ല അല്ലെ, ഞാനൊക്കെ എല്ലാ ദിവസവും ഓർക്കും, കർത്താവ് അങ്ങേക്ക് വട്ടം ഉണ്ടോന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. എന്നെയൊക്കെ എന്തുദ്ദേശം എന്നെയൊക്കെ ഉപയോഗിക്കണം എന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്. കാരണം നമ്മളുടെ അവസ്ഥയും നമ്മളുടെ ജീവിത സാഹചര്യവും ദൈവകൃപയെ സൂക്ഷിക്കുകാരായിട്ട് നമുക്ക് നമ്മളെ ദൈവം ഉപയോഗിക്കുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? ദൈവം ഇത്രയും കൃപകൾ തരുന്നത് എന്തുദ്ദേശിച്ചിട്ടാണ്? ഇത്രയും സഹായിക്കുന്നത്, ഇത്രയും ദൈവികമായ ചിന്തകൾ നമുക്ക് തരുന്നത് എന്തുദ്ദേശിച്ചിട്ടാണെന്ന് ദൈവത്തിന് നല്ല വ്യക്തതയുണ്ട്. പക്ഷെ നമുക്ക് അറിവില്ലാത്ത ഒരു അന്ധതയുടെ ഒരു ഇരുട്ട് പിടിച്ച അവസ്ഥയിൽ കൂടി നമ്മൾ നടക്കുന്നതുകൊണ്ട് ദൈവീക ചിന്തകളുടെ ഒരു നിഴല് മാത്രമേ നമുക്കറിയൂ, അല്ലെ? മുഴുവനായിട്ട് നമുക്കറിയില്ലാത്തതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ചോദിക്കാം, കർത്താവെ എന്തുദ്ദേശിച്ചിട്ടാണ് നമ്മളെ, അല്ലെങ്കിൽ എന്നെ നമ്മൾ സ്വയമായിട്ട് ചോദിക്കാം, എന്താണ് എനിക്കാനുള്ള യോഗ്യതയുണ്ടോ? പക്ഷെ എല്ലാവരും മറിയത്തെ പോലെ ആ ഒരു കൃപയിലേക്ക് മറിയത്തിന്റെ താഴ്മയുടെ മുമ്പിൽ അങ്ങനെ നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ നിസ്സാരതയെ കുറിച്ച് ഒരു ചെറിയൊരു അവബോധം നമ്മുടെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് നമ്മള് അങ്ങനെ ദൈവത്തോട് ചോദിക്കാൻ തന്നെ കാരണം, അല്ലെ? ഈശോ വിളിച്ചിരിക്കുന്ന, പിതാവായ ദൈവം വിളിച്ചിരിക്കുന്ന എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതം വളരെ നിസ്സാരമായിരുന്നു, അല്ലെ? ആരും വലിയ പണ്ഡിതന്മാരായിരുന്നില്ല, അല്ലെ? സമൂഹത്തില് വളരെ നിസ്സാരതയാണ്. ഗദാലിയ മുന്തിരിച്ചക്കില് എന്താണ് ഭക്ഷണം ഒന്നുമില്ലാഞ്ഞിട്ട് ഗോതമ്പ് അങ്ങനെ ഇത് പൊടിക്കായിരുന്നു. മുന്തിരിച്ചക്കില് മുന്തിരിയാണ് ആട്ടുന്നത്, അല്ലേ? അതെ അതെ മുന്തിരിയൊന്നും കിട്ടാഞ്ഞിട്ട് ഗോതമ്പ് പൊടിക്കുന്ന സമയത്താണ് ഗദാലിയയെ ദൈവം പ്രവാചകനായിട്ട് ഉപയോഗിക്കുന്നതും പിന്നെ അങ്ങോട്ടുള്ള ജീവിതങ്ങളിൽ ഒരുപാട് അത്ഭുതങ്ങള് ഗദാലിയയുടെ ജീവിതം എല്ലാവരും വിളിച്ചിരിക്കുന്നത്. അത് മോശയെ വിളിക്കുമ്പോ മോശയ്ക്ക് എന്ത് കുറവുണ്ട്? മോശ ഒരു മർക്കട പുഷ്ടിയുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു, അല്ലേ? പെട്ടെന്ന് കോപിക്കുന്ന ഒരാളായിരുന്നു, പക്ഷെ വിക്കനായിരുന്നു. ദൈവത്തിന്റെ ഒരു ഒളിച്ചോടി ഒരാള് കൊലപാതകിയായിരുന്നു, അല്ലേ? അതെ. അപ്പോ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് ദൈവം വിളിച്ചത് ആരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആരുമല്ല, അല്ലെ? ഇപ്പോ ഈശോയുടെ സ്വർഗീയ സിംഹാസനത്ത് സഭയുടെ സ്വർഗത്തിന്റെ താക്കോല് കൊടുത്തിരിക്കുന്നത് ആർക്കാണ്? പത്രോസ് ആരായിരുന്നു? മീൻപിടുത്തക്കാരൻ. വെറും മീൻപിടുത്തക്കാരനാണ്. ഈശോയെ തള്ളിപ്പറഞ്ഞ ആൾക്കാർക്കൊക്കെയാണ് ദൈവം എത്രമാത്രം ഓഫറും കൊടുത്ത്, അല്ലെ? അതുപോലെ അബ്രഹത്തിന്റെ ജീവിതത്തിലും അബ്രഹത്തിന് കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദാനം അതിനെ ഒരു ഭാര്യയുടെ വാക്കുമൂലം അപകടം വരുത്തി വെച്ചു. എന്നിട്ട് ദൈവം വാഗ്ദാനം പൂർത്തീകരിച്ചില്ലേ? അപ്പൊ അങ്ങനെ ഓരോരുത്തരുടെ ഇപ്പോ എന്താണ് നോഹയുടെ പേടകത്തില് നോഹയുടെ ജീവിതത്തില് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സന്തോഷിച്ച് അവസാനം വീഞ്ഞു കുടിച്ച് വസ്ത്രം പോലും ഇല്ലാത്ത അവസ്ഥയില് മാറിക്കിടന്ന് ഒരു അപകടം ഉണ്ടാക്കി, അല്ലെ? എല്ലാവരുടെയും ജീവിതത്തില് നെഗറ്റീവ് ആയിട്ടുള്ള ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്, അല്ലേ? ഉണ്ട്. ആകെ ഇല്ല എന്ന് പറയാൻ പറ്റുന്നത് പരിശുദ്ധ മറിയത്തിന്റെ ജീവിതത്തിലാണ്. വിശ്വാസ പിതാവിന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. എങ്കിലും
വിശ്വാസ പിതാവ് അത്രയും പരിശുദ്ധിയുടെ ജീവിതത്തിൽ തന്നെയാണ് ജീവിച്ചതെങ്കിലും മറിയത്തെ എന്താണ് സംശയിച്ചു, അല്ലെ? മറിയത്തെ സംശയിച്ചു എന്നുള്ളത് വിശ്വാസ പിതാവിന്റെ ആദ്യത്തെ വ്യാകുലമാണ്. വിശ്വാസപിതാവ് അതായത് തെറ്റിദ്ധാരണ മൂലം, അതായത് ദൈവിക ഇടപെടലുകൾ മനസ്സിലാക്കാൻ പറ്റാതെ എന്താണ് അത്രമാത്രം ഹൃദയം കൊണ്ട് സ്നേഹിച്ചൊരു വ്യക്തിയെ ആ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനം ഒക്കെ ഉണ്ടായി. അപ്പൊ എന്താണ് ഈ ഏറ്റവും മുന്നിൽ നിർത്താൻ പറ്റുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാല് പരിശുദ്ധ മറിയം മാത്രമേ ഉള്ളൂ, അല്ലെ? പക്ഷെ പരിശുദ്ധ മറിയത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞ ഉടനീളം എല്ലാം സംഗ്രഹിക്കുവാനുള്ള ഒരു പരിശുദ്ധമായ ഒരു ഹൃദയത്തിന് ഉടമയായിരുന്നു. പക്ഷെ ലോകം മറിയത്തെ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം വേണ്ട വിധത്തിൽ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെ? അംഗീകരിച്ചതായിട്ട് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? മറിയത്തോട് ചേർന്ന് നിന്നു എന്നല്ലേ ഉള്ളൂ. സഹീനോട് ശാലയില് മറിയത്തോടു കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നു എന്നുള്ളൂ. അല്ലാണ്ട് മറിയത്തിന് എത്രത്തോളം ഒരു സ്ഥാനം കൊടുത്തു എന്നുള്ളത് അവർക്ക് അറിവില്ലാത്തതും അജ്ഞതയുമായിട്ടുള്ള കാര്യമാണ്, അല്ലെ? അപ്പൊ എല്ലാത്തിലും എല്ലാ മനുഷ്യർക്കും ഈ ഭൂമിയില് ദൈവം തെരഞ്ഞെടുത്തതും ദൈവം ആഗ്രഹിച്ചതും ദൈവിക പദ്ധതികളുടെ ശക്തി വെളിവാക്കപ്പെട്ടതും ഇപ്പൊ സാംസൺ, അതുപോലെ ദാവീദ്, സാവൂള്, എല്ലാവരുടെ ജീവിത പ്രവാചകര് യെശയ്യാ പറയുന്നുണ്ട്, എന്താണ് അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ ഇടയിൽ ആണ് ഞാൻ ജീവിക്കുന്നത്, അശുദ്ധമായ അധരങ്ങൾ ഉള്ളവനുമാണ് ഞാനെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ പ്രവാചകരുടെ ജീവിതം, ജെറമ്യാ പറഞ്ഞു ഞാൻ കേവലം വെറും ഒരു ബാലനാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ എസെക്കിയേലും അതുപോലെയുള്ള ഒരു വാക്ക് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്ന ജീവിതങ്ങളെല്ലാവരും വളരെ നിസ്സാരരായിരുന്നു. പക്ഷെ അവരുടെ പിന്നീടുള്ള ജീവിത അനുഗ്രഹമാണ് കൂടുതൽ ദൈവിക ഇടപെടലുകൾക്ക് പദ്ധതികൾക്കും കൂടുതൽ വെളിപ്പെടുത്തലുകൾ കിട്ടാൻ സാധിച്ചത്, അല്ലെ? അപ്പൊ മറിയത്തിന് ജനിച്ചത് മുതല് അത് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ ആ ഹൃദയത്തിന്റെ എളിമയുടെ വ്യക്തത പൂർണ്ണമായും മനസ്സിലാക്കുക. അതിന്റെ ഒരു വ്യക്തി എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റും. നമുക്കറിയാമല്ലോ, ഇപ്പൊ നമ്മളുടെ മക്കള് നമ്മൾക്ക് അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് നമുക്ക് കൊള്ളാം, ഇവൻ പറയണത് നമ്മൾ പറയണത് മനസ്സിലാക്കുന്നുണ്ട്, അതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരാളെ ചേർത്ത് പിടിക്കുകയാണ്. എത്ര നാൾ അവൻ നമ്മളനുസരിച്ച് ജീവിക്കും? നമുക്ക് വല്ല വ്യക്തതയുണ്ടോ? ഇല്ല, ഒരു വ്യക്തതയില്ല. എന്തോരം മനുഷ്യരാണ് അങ്ങനെ ചതിക്കപ്പെട്ടത്. ഒരുപാട് കഥകളുണ്ട്, അല്ലെ? മലയാളികളുടെ ഇടയിലും എല്ലാവരുടെ ജീവിതങ്ങളിലും ഒരുപാട് വിശ്വസ്തയോടുകൂടെ ചേർത്ത് നിർത്തിയിട്ട് അവസാനം പണി കൊടുത്തു പോയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്, അല്ലെ? ജീവിതം പോലും കൊല ചെയ്തുകൊണ്ട് പോയവരുണ്ട്, അല്ലെ? അപ്പൊ ഈ ഭൂമിയിൽ ഇത്രമാത്രം ദൈവത്തോട് ഐക്യപ്പെട്ട വേറൊരു വ്യക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറിയം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും. അപ്പോ അത്രമാത്രം കൃപയുടെ നിറവുണ്ടായിരുന്നുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് മാലാഖ വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വന്ന് പറയുന്നത് തന്നെ, ദൈവകൃപ നിറഞ്ഞവളെ നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറഞ്ഞതിന്റെ കാര്യം പൂർണ്ണമായും എല്ലാ കൃപകളും, ഇപ്പൊ നമ്മള് ഇപ്പൊ പാടാൻ കഴിവുണ്ടെന്ന് പറയുമ്പോൾ അതൊരു കൃപയാണ്, പ്രസംഗിക്കാൻ എല്ലാം ഒരു കൃപയാണ്. ഈ കൃപയുടെ രാജ്ഞിയാണ് ആര്? സർവത്തിന്റെയും കൃപയുടെ രാജ്ഞിയാണ് മറിയം, അല്ലെ? ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുവാൻ കഴിവുള്ളവളുമാണ്. പക്ഷെ എന്താണ്, മറിയം ഏറ്റവും എളിമയുടെ താഴ്ന്ന തലങ്ങളിലേക്ക് ഇറങ്ങി നിൽക്കുവാനായിട്ട് മറിയത്തിന് ഒരു പ്രത്യേകമായ കഴിവാണ്. അതുകൊണ്ട് എന്താണ്, അതുപോലെ ഉന്നതങ്ങളിലേക്ക് ദൈവം ഉയർത്തി, അല്ലേ? അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മള് കഴിവ് കൂടുന്തോറും എന്ത് ചെയ്യണം? എളിമപ്പെടണം. നമ്മൾ താഴ്ന്ന് ശൂന്യവൽക്കരിക്കപ്പെടണം എന്നുള്ളതാണ്. അപ്പോ അതിൽ കൂടിയാണ് എങ്ങനെ ദൈവമഹത്വം പുറത്തേക്ക്, അതായത് മനുഷ്യർക്ക് അംഗീകരിക്കാൻ മനുഷ്യർ അംഗീകരിച്ചേ മതിയാവൂ, ആ ഒരു അവസ്ഥയിലേക്ക് വരും, അല്ലെ? ദാനിയേൽ പ്രവാചകനെ ഒരു അടിമയെ പോലെ പിടിച്ചുകൊണ്ടുപോയത്, പക്ഷെ അവിടെ ദാനിയേൽ പ്രവാചകൻ ആരായി മാറി? അവിടുത്തെ ഫറവോയുടെ, അവിടുത്തെ രാജാവിന്റെ മെയിൻ ആളായി മാറി, അല്ലെ? അതുപോലെ ജോസഫിനെ കൊണ്ടുപോയത് എങ്ങനെയാണ്? ഒരു
വിലക്ക് വ്യക്തിക്ക് വിറ്റു. അങ്ങനെ കൈമാറി 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 അവസാനം എന്താ, ഈജിപ്തിലെ ഫറവോയുടെ മെയിൻ ആളായി മാറി. അല്ലെ? സ്വയം ശൂന്യവൽക്കരിക്കപ്പെട്ടപ്പോൾ ദൈവം മറ്റു വശത്ത്, ഒരു വശത്ത് നമ്മള് ഭീകരമായി തഴയപ്പെടുമ്പോ അപമാനിക്കപ്പെടുമ്പോ നമ്മൾ അറിയാത്തൊരു മേഖലയിൽ ദൈവം പ്രോസസ്സിങ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? ഉന്നതത്തിലേക്ക്. ഉന്നത വിജയങ്ങളിലേക്കാണ്. അതാണ് നമ്മൾക്ക് അതായത് നമ്മൾ തിരിച്ചറിയാം. നമുക്കൊരിപ്പോ ഞാൻ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് എനിക്ക് മനസ്സിലാകുന്ന കാര്യം, സഹനം വരുമ്പോ കർത്താവ് ഒരു മുന്നറിയിപ്പായിട്ട് സഹനം വരുന്നു എന്ന് അറിയിക്കും. അപ്പൊ ഞാൻ പറയും, കർത്താവേ സഹിക്കാനൊക്കെ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ശക്തിയില്ല, ശക്തി തരണം എന്ന് പറഞ്ഞിട്ടാണ് ആ സഹനം ഏറ്റെടുക്കുന്നത്. ശക്തി എങ്ങനെ എപ്പോ വേണമെങ്കിലും ചോർന്നു പോകാം, ഒരു ബലവുമില്ല. ഒരു ദുർബലമായ ജീവിതത്തിൽ എങ്ങനെയാണ് സഹിക്കാൻ പറഞ്ഞാൽ എങ്ങനെ സഹിക്കും? നമുക്കൊക്കെ സഹിക്കാൻ പറ്റും. എന്റെയൊക്കെ ജീവിതത്തിനോ എനിക്ക് ശാരീരികമായോ മാനസികമായോ ബുദ്ധിപരമായോ ഒരു ശക്തിയില്ലാത്തൊരു വ്യക്തിയാ. പിന്നെ എന്നോട് സഹിക്കുന്നു പറഞ്ഞാൽ എനിക്ക് ഏത് വശത്തിൽ കൂടിയാണ് സഹനം വന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ സഹനം വന്നു കഴിഞ്ഞാൽ നമ്മളതിനെ എന്ത് ചെയ്യണം? അത് കടന്നു പോകുവോളം നമ്മൾ അതിന്റെ കയ്പ് നീര് കുടിച്ച് തീർക്കണം, അല്ലെ? അപ്പൊ കുടിച്ച് തീർക്കാനായിട്ട് നമുക്ക് എന്ത് വേണം? നമ്മുടെ ശക്തി പോരാ, ദൈവിക ശക്തി വേണം. നമ്മൾക്ക് സ്വന്തം ശക്തി ചിലപ്പോ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടാം, അല്ലെങ്കിൽ വിശുദ്ധി നഷ്ടപ്പെടാം, അല്ലെങ്കിൽ പലരും അങ്ങനെ നഷ്ടപ്പെടുത്തിയാണ് പലരും ആത്മഹത്യ ചെയ്യുന്നതും മോശമായ ജീവിതത്തിലേക്ക് പോകുന്നതും, അതുപോലെ സ്വയം നശിക്കുവാനുള്ള പലവിധ ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നതും, പാപബോധമില്ലാതെ ജീവിക്കുന്നതും, കുറ്റബോധം ഇല്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും, അനീതിയിൽ ആക്രമിച്ച്. എന്തുകൊണ്ടാണ്? ഈ ശക്തി നഷ്ടപ്പെട്ടു പോയത് കൊണ്ടാണ്. സഹിക്കുവാനുള്ള ശക്തി നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ബുദ്ധി തലപൊക്കി അങ്ങനെ ചെയ്താൽ ഇങ്ങനെയാകും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെയാവുന്നില്ല, കുറച്ചുകൂടി ലാഭകരമായ മേഖലകളിലേക്ക് നമ്മള് ഈ തവള ചാടുന്ന പോലെ ചാടി ഇത് സംഭവിക്കും. ഓരോ ചാട്ടത്തിനും നമുക്ക് അപകടങ്ങള് ഭീകരമായി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ അറിയില്ല. അവസാനം ചാടി ഒരിക്കലും എഴുന്നേക്കാൻ പറ്റാത്ത കുഴിയിൽ ചെന്ന് വീഴും. പക്ഷെ സഹിക്കാൻ ശക്തിയുള്ളവന് വധിക്കുകയാണെങ്കിൽ ആമ പോകുന്ന പോലെ പോയാലും കുഴപ്പമില്ല എന്നുണ്ട്, അവന്റെ ജീവിതം സേഫാണ്, അല്ലേ? അവന്റെ ജീവിതം സേഫാണ്. കാരണം ശക്തി അവന് സ്വന്തമായിട്ട് ശക്തി ഇല്ലെന്ന് ദൈവത്തിന് വന്നാൽ കർത്താവ് പറയുന്നുണ്ടല്ലോ കൊരിന്ത്യൻസില്, എന്റെ ബലഹീനതയിലാണ് ആര് ശക്തി പകരുന്നത്? ദൈവത്തിന്റെ ശക്തി പ്രകടമാണ്. അതായത് നമ്മൾ എപ്പോഴാണ് കൂടുതൽ ബലഹീനമാവുന്നത്? നമ്മൾ ശക്തിയോടുകൂടെ സന്തോഷത്തോടുകൂടെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി നമുക്ക് അനുഭവിച്ചതിന് വാല്യൂ ഇല്ല, അല്ലെ? പക്ഷെ നമ്മളൊന്ന് ഹൃദയവേദനയോടെ ഇരിക്കുമ്പോഴേക്കും നമ്മൾ പ്രാർത്ഥിക്കാൻ പോലും പറ്റുന്നില്ലെങ്കിൽ പോലും ഈ ഹൃദയത്തിൽ കിടന്ന് മതിക്കുന്ന വേദന പോലും ദൈവം പ്രാർത്ഥനയായി സ്വീകരിക്കുന്നുണ്ട്, അല്ലെ? സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ ഇതെന്താണ്? അതെല്ലാം ദൈവത്തിന്റെ കൃപയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തികളാണ്. ഇത് നമുക്ക് ഈശോ നൽകുന്ന തിരുവചന ഭാഗം തന്നെ, കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവാൻ. ഇപ്പോൾ എന്ന് പറഞ്ഞ ഏത് സമയമാണ്? ഇപ്പോൾ എന്ന് പറഞ്ഞാല് നമ്മളായിരിക്കുന്ന സമയം. അതായത് നമ്മളായിരിക്കുന്ന സമയത്ത് നമ്മള് ചിലപ്പോ ഈ വചനം നമ്മള് വളരെ ദുഃഖം പിടിച്ച, അതായത് നമ്മുടെ സങ്കടങ്ങൾ വേദനകൾ നിറഞ്ഞ സമയമായിരിക്കാം. അപ്പോഴൊക്കെയല്ലേ നമ്മൾ കൂടുതൽ എന്തെങ്കിലും ഒരു പ്രചോദനത്താല് ആരുടെയെങ്കിലും ഒക്കെ മോട്ടിവേഷൻസില് നമ്മള് ദൈവത്തെ സമീപിക്കാനുള്ള ഒരു ചിന്ത നമുക്ക് വരുന്നത്. അപ്പോ ഇത് സംഭവിക്കാം, നമുക്ക് വചനം നമ്മളോട് സംസാരിക്കാൻ തുടങ്ങും. വചനം സംസാരിക്കുമ്പോഴേക്കും കർത്താവ് പറയും, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുക. അപ്പൊ ഏത് സമയമാണ് ഇപ്പോൾ എന്ന് പറയുന്ന സമയം? നമ്മളായിരിക്കുന്ന അവസ്ഥ. ആയിരിക്കുന്ന അവസ്ഥയല്ല, ആ സഹനത്തിന്റെ മൂർധന്യ അവസ്ഥയാണ് ഇപ്പോൾ എന്ന വാക്കുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത്. അതായത് ഇത് നിന്റെ ജീവിത മഹത്വത്തിന്റെ ടൈമിംഗ് ആണ്, നിന്റെ പ്രേഷ്യസ് ആയിട്ടുള്ള ടൈമാണ്. നീ ഈ സമയം പരമാവധി യൂട്ടിലൈസ് ചെയ്യും. എങ്ങനെ? എന്ത് ചെയ്ത്?
ദൈവത്തെ അന്വേഷിക്കാൻ ഇറങ്ങുക, ദൈവത്തിനെ അന്വേഷിക്കാൻ. ദൈവത്തിനെ അന്വേഷിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ ഇടയിൽ നമ്മുടെ ഉള്ളില്. അതായത് ദൈവിക ചിന്തകളാല് നമ്മുടെ ഹൃദയം നിറയുമ്പോ ലോകം തരുന്ന നെഗറ്റീവ് എനർജി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇറങ്ങി പോകണം, അല്ലെ? അതാണ് അതിന്റെ കണ്ടീഷൻ. അതായത് ദൈവത്തിന്റെ ചിന്തകൾ കൊണ്ട് നിറയുമ്പോ യഥാർത്ഥത്തില് സംഭവിക്കുന്ന ഒരു കാര്യമാണ് നെഗറ്റീവ് തിങ്കിങ്. നെഗറ്റീവ് ചിന്തകള് എന്ത് സംഭവിക്കും? നമ്മളിപ്പോ എന്താണ്, ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നമ്മൾ അതിൽ ഇങ്ങനെ കല്ലുകൾ ഇടുകയാണ്. അപ്പോ കല്ലുകള് ഉള്ളിൽ വീഴുന്ന അനുസരിച്ച് വെള്ളം നിറഞ്ഞിരിക്കുന്നതാണെങ്കിൽ വെള്ളം എന്ത് ചെയ്യും? പുറത്തോട്ട് പോകും. വെള്ളം പുറത്തോട്ട് പോകും. കാരണം എന്താ? കല്ലിനിരിക്കാൻ സ്പേസ് വേണം. അപ്പോ കല്ലാകുന്ന നല്ല ചിന്തകള് നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോ ഈ മോശമാകുന്ന മാലിന്യം പിടിച്ച വെള്ളം എന്ത് ചെയ്യണം? പുറത്തോട്ട് ഓട്ടോമാറ്റിക്കലി പോണ. വെള്ളത്തിനോട് പറയണോ വെള്ളമേ നീ പോ എന്ന് പറയണ്ട. അത് സംഭവിക്കുന്ന കാര്യമാണ്, അല്ലേ? ഇതുപോലെയാണ് ഈ ദൈവത്തെ അന്വേഷിക്കുമ്പോ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് ഞാന് കഴിഞ്ഞ ദിവസം ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, നമ്മുടെ ഉള്ളില് ദൈവവിചാരം നഷ്ടപ്പെടുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തില് നിരാശയും പിന്നെ എന്തുണ്ടാവണത്? നമുക്ക് നമ്മളെ തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന വ്യക്തികളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്, അല്ലെങ്കിൽ നമുക്കെതിരെ നിൽക്കുന്ന തിന്മയുടെ ശക്തിയെ നമുക്ക് എതിർത്ത് നിൽക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ദൈവിക വിചാരം നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. പരിശുദ്ധ മറിയത്തിന്റെ ഒരു സന്ദേശമുണ്ട്. എന്താണ്? നിന്റെ ഉള്ളില് മോശമായ കാര്യങ്ങള്, മാലിന്യം വരാനായിട്ട് പിശാചിന്റെ ദുഷ്പ്രേരണകള് വരുമ്പോ നീ ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഓ കന്യകേ, എന്നെ അങ്ങയുടെ പരിശുദ്ധിയാൽ നിറയ്ക്കണമേ എന്നൊരു പ്രാർത്ഥന ഉണ്ടല്ലോ. ഓ കന്യകേ, ഓ പരിശുദ്ധ കന്യകേ, മാതൃകയുള്ളവരുമായി സംരക്ഷിക്കണേ. അങ്ങനെ ചെറിയ രണ്ട് വാക്കുള്ളൂ. ഓ പരിശുദ്ധ കന്യകേ, എന്നെ സംരക്ഷിക്കണമേ, അത്രേ ഉള്ളൂ. ഓ പരിശുദ്ധ കന്യകേ, എന്നെ സംരക്ഷിക്കണമേ എന്ന്. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങളുണ്ട്. അതൊക്കെ ഒരു സുഹൃത ജപമാണ്. ഇത് പലപ്പോഴും എനിക്ക് കിട്ടാറുണ്ട്. ഓ പരിശുദ്ധ കന്യകേ, എന്നെ സംരക്ഷിക്കണമേ. ഓ പരിശുദ്ധ കന്യകേ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ അമ്മേ എന്നാണ്, അല്ലേ? ഈ ദൈവത്തിന്റെ അമ്മയെന്ന് വിളിക്കുമ്പോഴേക്കും ഇവിടെ പിശാചിനറിയാം ആരെ നമ്മൾ വിളിക്കണേന്ന്, അല്ലേ? നമുക്ക് ബോധമില്ലെങ്കിലും പിശാചിനറിയാം മറിയം ആരാണ്. ആരെ ഈ പരിശുദ്ധ കന്യക എന്ന് പറഞ്ഞ ഈ ഭൂമിയില് ഈ ഒരു വ്യക്തി മാത്രം ഉള്ളെന്ന് പിശാചിന് നല്ല ബോധ്യമുണ്ട്, അല്ലെ? നമുക്ക് വ്യക്തതയില്ലാത്തതുകൊണ്ട്. പക്ഷെ നമ്മൾ വിളിക്കുമ്പോ, അല്ലെ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ പിശാച് എത്രമാത്രം ഭയക്കുന്നതിന്റെ കാര്യം എന്താ? ഭൂമിയില് ഇത്രമാത്രം നന്മയുടെ നിറവുള്ള ഒരേ ഒരു വ്യക്തി മറിയം മാത്രമേ ഉള്ളൂ, അല്ലേ? അതിന് നമുക്ക് എന്തോരം സംശയം ഉണ്ടെങ്കിലും പിശാചിന് ഒരു സംശയമില്ല. അതുകൊണ്ട് എന്താണ്, അവിടെ എല്ലാം വ്യക്തമായ ഉത്തരം ആ വാക്കുകളിലുണ്ട്. നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിക്കുമ്പോൾ ദൈവത്തിന്റെ അമ്മേ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. സംരക്ഷിക്കണമേ എന്ന് പറയുമ്പോ ഈ അമ്മ വന്ന് ഉടനെ തന്നെ നമ്മുടെ ആത്മാവിനെ സംരക്ഷിക്കുകയാണ്, അല്ലേ? അപ്പോ ഇവിടെ നമ്മള് പ്രാർത്ഥിക്കുന്നു, ദൈവം പ്രവർത്തിക്കുന്നു. ഇപ്പൊ അതുകൊണ്ടാണ് കർത്താവിനെ കണ്ടെത്തുവാൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ, അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ, അല്ലേ? അതായത് നമ്മുടെ അടുത്തുള്ള ആളെ ഭയങ്കര ഒച്ചപ്പാടോടെ വിളിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? നമുക്ക് അടുത്തുള്ള ആൾക്കാരെ നമ്മള് രണ്ട് വീടിന്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളെ പോലെ ഒച്ചയെടുത്ത് വിളിക്കേണ്ട ആവശ്യമില്ല. അടുത്തിരിക്കുന്ന ആളോട് രഹസ്യമായി പറയുമ്പോഴും കേൾക്കും, അല്ലേ? ഇത് കേൾക്കും. അപ്പൊ നമ്മള് ഈ അന്വേഷണമില്ലാതെ, അതായത് ദൈവം എന്റെ കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് എത്തുമ്പോഴാണ് അന്വേഷണം നിൽക്കുന്നത്, അല്ലേ? ഇപ്പൊ ഒരാളെ വിളിച്ചു. ഇപ്പൊ ഞാനിപ്പോ എന്റെ മോനെ വിളിക്കുകയാണ്. മോൻ ചിലപ്പോ അപ്പുറത്തെ റൂമിലുണ്ടാവും. പക്ഷെ ഞാൻ അവനെ പേര് വിളിക്കുന്നു, എടാന്ന് വിളിക്കുന്നു, പിന്നെ പൊട്ടാന്ന് വിളിക്കുന്നു. ഇതെല്ലാം വിളിച്ചിട്ട് ഇവൻ മിണ്ടുന്നില്ല. അപ്പൊ എന്താണ്? അവൻ എന്റെ വിളി കേൾക്കുന്നില്ല, അല്ലേ?
അതെ അവൻ അതെ ചിലപ്പോൾ ഗെയിം കളിച്ചോണ്ടിരിക്കണായിരിക്കും. അപ്പൊ എന്താണ്, അവന്റെ ഗെയിമിലാണ് അവൻ ശ്രദ്ധിച്ചിരിക്കുന്നത്, എന്റെ വിളിയിലല്ല ശ്രദ്ധിച്ചിരിക്കുന്നത്, അല്ലേ? അതെ ഏ അതെ ഉം അപ്പൊ എന്താ സംഭവിക്കണത്? അവൻ അവന്റെ ഗെയിമിൽ ശ്രദ്ധിക്കുന്നോണ്ട് എന്റെ ശബ്ദം കേൾക്കാനായിട്ട് അവന് തിരക്കാണ്. അപ്പോ എന്റെ ശബ്ദം അവനിലേക്ക് എത്തുന്നത് ഒരു അശരീരി മാത്രമേ ഉള്ളൂ, ഒരു ഒരു അന്വേഷണം ആവുന്നില്ല. അപ്പൊ നമ്മൾ ദൈവത്തെ ഇങ്ങനെ വിളിച്ച് വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കണം, അല്ലേ? നമ്മൾ ഉം വിളിക്കുമ്പോ ദൈവം കേട്ടു എന്നൊരു ഉറപ്പ് വരുത്തണ്ടേ, കൺഫർമേഷൻ വരുത്തണ്ടേ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തു, നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു എന്ന് പറയുമ്പോ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ആള് അറിയണം, കിട്ടിയ ആൾ അറിയണം ഇത് കൺഫേം ആയി, സക്സസ് ആയി എന്നറിയണ്ടേ. സക്സസ്ഫുൾ ആയെന്ന് നമുക്ക് മെസ്സേജ് വരുമ്പോഴാണ് പോയി എന്നുള്ള ആ മെസ്സേജ് പോയി, അല്ലെങ്കിൽ ആ ഇൻഫോർമേഷൻ എത്തേണ്ട കൈകളിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്കൊരു ഉറപ്പുള്ളത്, ഇല്ലേ? ആണോ? അതെ ആ അതെ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് മെസ്സേജുകൾ വരുന്നത്, നിങ്ങൾ അയച്ച മെസ്സേജ് കിട്ടി എന്നുള്ള ഇൻഫോർമേഷൻ നമുക്ക്. അപ്പൊ എന്താ കാര്യം, നമ്മുടെ അന്വേഷണം സക്സസ് ആയി. അപ്പൊ ഞാൻ എന്റെ മോനെ വിളിക്കുമ്പോ എന്താ അമ്മ എന്ന് വിളി കേൾക്കുമ്പോ എന്റെ വിളി പൂർണ്ണമാകും, അല്ലേ? സക്സസ് അതെ ആ അതെ അവിടെ അവൻ എന്റെ വിളി കേട്ടു എന്നുള്ളത്. പിന്നെയാണ് ഞാൻ എന്റെ കാര്യം പറയണത്, അതായത് നീ അത് ചെയ്യ് എന്ന് പറയുന്നത്. പിന്നെയാണ് അടുത്ത കാര്യം പറയുള്ളൂ. ഞാൻ വിളിക്കുമ്പോഴേക്കും എനിക്ക് റെസ്പോൺസ് കിട്ടണം, അല്ലേ? അതെ റെസ്പോൺസ് കിട്ടാണ്ട് ഞാൻ അടുത്ത കാര്യം പറയോ? ഇല്ല ഇല്ല, പറയില്ല. കാരണം എന്താണ്, എനിക്ക് ഉറപ്പില്ല അവനത് കേട്ടോ അത് ചെയ്യുമോ എന്ന് ഉറപ്പില്ല. കേൾക്കുന്നുണ്ട്. അപ്പൊ അല്ലെങ്കിൽ പറയും, അമ്മ എന്താണ് പറയണേ, ഞാനൊന്നും മനസ്സിലായില്ല, എനിക്കൊന്നും കേട്ടൊന്നുമില്ല, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൈയൊഴിഞ്ഞു കളയും, ഇല്ലേ? അതെ അപ്പൊ ഇത് നമ്മൾ അന്വേഷണം പൂർത്തിയാകാതെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പൊന്നുമില്ല, അല്ലെ? എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്? ദൈവം മനുഷ്യനെ പോലെ അല്ല ദൈവം. ഇത് നോർമൽ കാര്യങ്ങളാണ്. നമ്മൾ ഒരാളെ വിളിക്കുന്നു, അവൻ റെസ്പോണ്ട് ചെയ്യുന്നു. പക്ഷെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് വിളി തുടങ്ങുമ്പോൾ തന്നെ കർത്താവിന് അറിയാം, പക്ഷെ ഇവന് എന്തോരം ക്ഷമയുണ്ട്, എന്തോരം വിശ്വാസമുണ്ട്, എന്തോരം സ്നേഹമുണ്ട്, എന്തോരം വിശ്വസ്തതയുണ്ട്, ആത്മാർത്ഥതയുണ്ട് എന്നൊക്കെ കർത്താവ് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് മാത്രമേ ഈ കൺഫർമേഷൻ റെസ്പോണ്ടിങ് തരുള്ളൂ, അല്ലേ? അല്ലേ? അതെ 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 അല്ലാണ്ട് നമ്മള് വിളിക്കുമ്പോ തന്നെ വിളിയേക്കാൻ ഇരിക്കുന്ന ആളൊന്നും അല്ല. വിളിയെ കേൾക്കും. അങ്ങനെയാണെങ്കിൽ മോണിക്ക പുണ്യവതിക്ക് 10-20 വർഷം കിടന്ന് കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരിന്റെ ചാല് വീഴ്ത്തേണ്ട ആവശ്യം വല്ലതും ഉണ്ടായോ? ആദ്യത്തെ വിളി തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കേണ്ടതല്ലേ, അല്ലേ? അതെ അപ്പൊ ഇത് നമുക്കൊരു വ്യക്തത വേണം. നമ്മൾ വിളിക്കുമ്പോ തന്നെ വിളി കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മളുടെ കണ്ടീഷൻസ് എങ്ങനെയാണ്, നമ്മുടെ അവസ്ഥ എന്താണ്, നമ്മുടെ ജീവിതാവസ്ഥയിൽ എന്തൊക്കെ കറക്ഷൻസ് ഉണ്ട്, അതെല്ലാം മാറ്റാൻ തയ്യാറാണെങ്കിൽ ഞാൻ അടുത്ത റെസ്പോണ്ടിങ് ഞാൻ എന്നിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെ? അപ്പൊ നമ്മളൊക്കെ നമ്മൾ പലരും ഇന്നിപ്പോ ഒരു ചേച്ചി എനിക്കൊരു മെസ്സേജ് ഇട്ടു, എനിക്ക് ഭയങ്കര മുട്ടുവേദനയാണ്, അതുകൊണ്ട് മുട്ടുവേദന ഒന്ന് മാറ്റാൻ വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഇപ്പൊ എന്തായാലും നോമ്പൊക്കെ അല്ലേ, ഇത്തിരി വേദനയൊക്കെ സഹിക്ക്, ഈ വേദന മറ്റുള്ളവർക്കൊക്കെ വേണ്ടി അനുഗ്രഹമായിട്ട് സമർപ്പിച്ചൊക്കെ പ്രാർത്ഥിക്ക്, ശുദ്ധീകരണ സകലാത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, പ്രാർത്ഥന ലഭിക്കാത്ത മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അങ്ങനെ കുറച്ച് ആളുകളെയൊക്കെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അപ്പൊ ചേച്ചിയുടെ വേദനയെ കുറിച്ച് ചേച്ചി മറന്നുപോകും. അപ്പൊ ചേച്ചിക്ക് ഈ വേദന എങ്ങോട്ട് പോയിന്ന് പോലും അറിയില്ല. ചിലപ്പോ ഉണ്ടായിരുന്ന വേദന എങ്ങോട്ട് പോയിന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ ദൈവം മാറ്റും. അപ്പൊ എന്താണ്, എത്തേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ വേദന മാറ്റാനല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്ത് പ്രാർത്ഥിക്കണം? തടസ്സങ്ങൾ മാറ്റാനല്ല, ഈ തടസ്സങ്ങൾ തുളച്ചു കയറി പോകാനുള്ള ഒരു ശക്തി എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കണം, അല്ലെ? മറിയം അങ്ങനെയല്ലേ ജീവിച്ച് പ്രാർത്ഥിച്ച് നമ്മളുടെ മുമ്പിൽ കാണിച്ചു തന്നേക്കുന്നത്, അല്ലെ? അതെ അതെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെയും മുമ്പിൽ തുളച്ചു കയറിയ ഒരു അസ്ത്രം പോലെയാണ് മറിയത്തിന്റെ വിശുദ്ധിയുള്ള ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ആ അമ്മയുടെ മക്കളാണെങ്കിൽ അതല്ലാതെ വേറൊരു വഴി നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപകടം വരാതെ. നമ്മൾ എല്ലാവരും പ്രശ്നങ്ങൾ മാറ്റണമേ, അത് മാറ്റണമേ, ഇത് മാറ്റണമേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഉത്തരം കിട്ടാൻ ലേറ്റ് ആവും, ഒരുപാട് ലേറ്റ് ആവും, അല്ലേ? പലരുടെയും ഈ ജീവിതത്തിൽ ഉത്തരം കിട്ടാതെ കിടക്കുന്ന മേഖലകളാണ് ഈ അത് മാറ്റണമേ, ഇത് മാറ്റണമേ. എന്റെ ജീവിതത്തിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, എനിക്ക്
വ്യക്തിപരമായിട്ട് ഫീൽ ചെയ്തേക്കുന്ന കാര്യം ചിലപ്പോഴൊക്കെ എനിക്ക് മനസ്സിന് ഭയങ്കര വിഷമോ അല്ലെങ്കിൽ ശരീരത്തിന് ഭയങ്കര വിഷമോ. അപ്പൊ ഞാനിങ്ങനെ ഓർക്കും, ദൈവമേ ഇതുപോലെ ഈ വേദന അനുഭവിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ടല്ലോ. ചിലപ്പോൾ അവർക്ക് ദൈവത്തെ അറിയാൻ പറ്റാത്ത മനുഷ്യരുണ്ടാവാം, ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റാത്ത മനുഷ്യരുണ്ടാവാം, ചിലപ്പോൾ ദേഷ്യവും സങ്കടവും മാനസികമായ പലവിധ അസ്വസ്ഥതകൾ കൂടി പോകുന്നവർക്കൊക്കെ ഇതേപോലെ പ്രാർത്ഥിക്കാൻ ഇപ്പൊ സാധിക്കുന്നില്ലായിരിക്കും. പക്ഷെ ഞാനിപ്പോ എനിക്ക് ദൈവത്തെ ഓർക്കാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ ആ വേദന ഞാൻ അവർക്കും കൂടി വേണ്ടി സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ് 1 മണിക്കൂർ കഴിയുമ്പോൾ മിക്കപ്പോഴും എന്റെ ആ പ്രശ്നങ്ങളിലോ അല്ലെങ്കിൽ വേദനകളിലോ അല്ലെങ്കിൽ എന്റെ സങ്കടങ്ങളിലോ ഒക്കെ ദൈവം പെട്ടെന്ന് ഇടപെടുന്നതായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും മാജിക് കാണിച്ചോ? ഇല്ല. ഒരു ഇല്ല. മാജിക്കും ഇല്ല. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഹീലിംഗ് ആവാൻ കിട്ടുന്ന ഒരു പവർ ടോണിക് ആണ് എന്ത്, ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ, അല്ലേ? അതെ. ആ അപ്പൊ നമുക്ക് റെസ്പോണ്ട് പെട്ടെന്ന് കിട്ടും. നമ്മൾ അങ്ങനെ ഒരു പരിശീലനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ ഈ പ്രതിസന്ധികൾ ഒരിക്കലും മാറ്റാനായിട്ട് ഒരു വിശുദ്ധരും പ്രാർത്ഥിച്ചിട്ടില്ല. ഈ പ്രശ്നങ്ങളൊന്നും എടുത്ത് മാറ്റുക, അതായത് ദൈവത്തോട് ഐക്യപ്പെടുമ്പോൾ പ്രതിസന്ധികളുടെ വൻമതിലുകളുടെ നടുവിൽ പോയി ഒറ്റക്ക് നിൽക്കാൻ്റെ സമയങ്ങൾ കൂടിക്കൂടി വരും. ഒരു മതില് നമ്മൾ ഇടിച്ചു നിരത്തി കഴിഞ്ഞാൽ അടുത്ത മതിൽ കുറച്ചും കൂടി ഉയരങ്ങളിലുള്ളതായിരിക്കും, അല്ലെ? വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് പരീക്ഷണങ്ങളുടെ ലെവലും വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മള് വിശ്വാസം അവിടെ ഇട്ടേച്ച് പോവുകയല്ല. എങ്ങനെയാണ്? ആദ്യം ജയിച്ചപ്പോ കുറച്ചും കൂടി പൊക്കം കുറഞ്ഞ മതിലാണെങ്കിൽ ഇപ്പോ നമ്മുടെ വിശ്വാസം കുറച്ചും കൂടി ഹൈലൈറ്റഡ് ആയിട്ടുണ്ടെന്ന് ദൈവത്തിന് മനസ്സിലായത് കൊണ്ടാണ് കുറച്ച് 1 ഇഞ്ചും കൂടി പൊങ്ങിയത് മതിലുകൾ, അല്ലെ? ആളുകളുടെ എണ്ണം വർദ്ധിക്കും, പ്രതിസന്ധികളുടെ കടുപ്പം കൂടും, പരിഹാസകരുടെ എണ്ണം വർദ്ധിക്കും, നമ്മുടെ ഉള്ളിലുള്ള പല ശാരീരികമായ അവസ്ഥകളുടെ വേദനകൾ വർദ്ധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ ഇതിനെ അതിജീവിക്കുവാനുള്ള ശക്തി തരണമേ എന്ന് മാത്രം പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവ് ഇതൊക്കെ എടുത്ത് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ശരിക്കും മണ്ടന്മാരായി പോകും നമ്മള്. ദൈവം കേൾക്കില്ല. ദൈവം കേൾക്കാനായിട്ട് കുറെ സമയം എടുക്കും. കാരണം എന്താ? ദൈവം അങ്ങനെയാണെങ്കിൽ ദൈവം ഇങ്ങനെ സഹിച്ച് ഈ കുരിശിൽ കിടന്ന് ഇത്രയും മാരകമായ ഭീകരമായ മനുഷ്യൻ സങ്കല്പിക്കാൻ പറ്റാത്ത വിധം, ഒരു മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത വിധമുള്ള 24 മണിക്കൂറിന്റെ സഹനങ്ങള് കടന്നുപോയത് ഒരു ആയുസ് 100 വയസ്സ് വരെ നമ്മൾ ജീവിച്ചാലും ഈശോ സഹിച്ച 24 മണിക്കൂറിന്റെ ഭീകരമായ സങ്കടങ്ങളുടെയും വേദനകളുടെയും ഒരു സെക്കൻഡിന്റെ വേദന പോലും നമ്മൾ 100 വയസ്സ് വരെ ജീവിച്ചാൽ പോലും സഹിക്കുന്നില്ല. ഉണ്ടോ? ഇല്ല. ഇല്ലാന്ന് ഉറപ്പുള്ള കാര്യമാണ്. നിങ്ങൾ എത്ര ചിന്തിച്ചാലും നമ്മൾ ആരും സഹിച്ചിട്ടില്ല, സഹിക്കുകയുമില്ല. കാരണം ആ സഹനം കർത്താവിന്റെ അണ്ടറിലുള്ളതാ. അതുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ആ സഹനങ്ങളുടെ ഏറ്റവും ചെറിയ സ്പ്രേ, അതായത് നമ്മളിപ്പോ വെള്ളം നമ്മള് പെർഫ്യൂം അടിക്കുമ്പോഴേക്കും വളരെ നമുക്ക് കാണാൻ പോലും പറ്റില്ല, പക്ഷെ അതിൻ്റെ ഉള്ളിൽ പെർഫ്യൂം ആണ്, സ്പ്രേ ആവുന്ന വെള്ളമാണ് വരുന്നതെന്ന് അറിയാം, അല്ലെ? അത്രയും മൈന്യൂട്ടായിട്ട് മാത്രമേ നമുക്ക് സഹനങ്ങളെ നമ്മൾക്ക് ദൈവം തരുന്നുള്ളൂ. പക്ഷെ നമുക്കത് അതുപോലെ നമുക്ക് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോ കോരി ഒഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ, അല്ലെ? നമുക്ക് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഈ മുഴുവനും കോരി ഒഴിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും ജീവിതത്തിലാണെങ്കിൽ അതിന്റെ ഏറ്റവും കണികയുടെ ഏറ്റവും ചെറിയ കണിക മാത്രമേ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ഒന്ന് തെറിപ്പിച്ചിട്ടേ ഉള്ളൂ, ഒഴിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ അതുകൊണ്ട് ആ അവസ്ഥയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ പുരുഷനെ ചുവട്ടി നിൽക്കുന്ന അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, സഹനങ്ങൾ വരുമ്പോൾ ഉടനെ തന്നെ ഓടി വന്ന് അങ്ങയുടെ മുമ്പിൽ പൂർണ്ണമായ സറണ്ടർ ആകാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾ